ഇതാ ഞാൻ വരണ്ടെന്ന് പറഞ്ഞത്. ഇങ്ങനെ കാണുമ്പോ ഞാൻ എത്ര തവണ പറഞ്ഞെന്നറിയോ, ഞാൻ കേട്ടില്ലല്ലോ. എനിക്കൊരു ഒപ്പ് വേണം മോളെ. നീ കരഞ്ഞിട്ട് അവനങ്ങ് പോയത്. അന്ന് ഞാൻ പറഞ്ഞത് ആനന്ദിനോടാണെങ്കിലും കേട്ടത് അവനാ. അവൻ മാപ്പ് സാക്ഷിയാ, ആയിക്കോട്ടെ. പക്ഷേ ഇനി ഞാൻ പറയുന്നത് താൻ അനുസരിച്ചേ പറ്റൂ. കുറ്റം ചെയ്തിട്ടായാലും ഒരുത്തൻ ജയിലിൽ പോകുന്നത് ഒരു പെങ്ങളും സഹിക്കത്തില്ല. താനിതിൽ ഒപ്പിട്, സമയം കളയാതെ. വേണ്ട, എനിക്ക് പുറത്തിറങ്ങണ്ട. പുറത്തിറങ്ങിയാ ഞാൻ ചിലപ്പോ അവനെ ഒരാളെ കൊല്ലുന്നതിലല്ല, കൊല്ലാതിരിക്കുന്നതില്ല റിവഞ്ച്, അല്ലാതെ. എന്നാലും അങ്കിൾ, അയാൾ അനുഭവിക്കണം. അനുഭവിക്കുന്ന എനിക്ക് കാണണം. എടാ ശശി, നമ്മുടെ ചന്ദ്രനെ കണ്ട അവിടെ നിക്കണ്ട്. നീ ഇവിടെ വന്ന് നിൽക്കണേ. എടാ നിന്റെ ഉദ്ഘാടനോട്ടൊക്കെ ഇല്ലെങ്കിൽ വണ്ടി എടുത്ത് കോളുണ്ട്. അതെ, ആരാ പാർട്ടി? നമ്മുടെ CI സോമരാജിന്റെ പെങ്ങള് ശേഖർജിയെ കാണാൻ വന്നിട്ടുണ്ട്. ആരാണ്ടന്റെ അടുത്തൊക്കെ പറഞ്ഞു വിട്ടതാ. ഞാൻ അവളെ തങ്കമണ്ട അടുത്തിരുത്തിയിട്ട് നിന്നെ പൊക്കാൻ വേണ്ടി വന്നതാ. CI സോമരാജന്റെ പെങ്ങളെന്തിനാ ശേഖർജിയെ കാണാൻ വരുന്നത്? ആ പെണ്ണ് ഒറ്റയ്ക്കാ? തനിച്ച്. ഇതിലെന്തോ ചതി ഉണ്ടല്ലോ തോപ്പുംപടി. അവൾ എന്തിനാണ് വന്നതെന്ന് ശേഖർജി ഒറ്റ നോട്ടത്തിൽ പിടിച്ചെടുത്തോളൂ. നീ വണ്ടി എടു. കഞ്ഞി ഓട്ടോയിൽ പോയി. ഓ, നാക്ക് വളച്ചൊന്നും പറയല്ലടാ പിശാചേ. കൂട്ടുകാരനെ ഇപ്പൊ വിടാട്ടാ. ഓക്കേ. എന്നാലും എന്റെ ചന്ദ്ര, എന്റെ തങ്കമണ്ണനെ സമ്മതിക്കണം. ഈ പെങ്കുച്ചിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചിട്ട് ഇത്ര നേരം. അയ്യോ, നിങ്ങളായിരുന്നു എന്തേടാ കൂടെ ഒപ്പിച്ചോണ്ടായി വന്നിരിക്കുന്നത്? അല്ല ശേഖർജി, സോമരാജന്റെ പെങ്ങൾ ശേഖർജിയെ കാണാൻ. ഇറങ്ങി വാവച്ചേ. ഇറങ്ങിക്കോ. ഇത് സോമരാജന്റെ പെങ്ങളല്ല, പിന്നെ അയാളുടെ അമ്മുമ്മയുടെ പ്രേതവാ. ആണാ? ഞാൻ കൈകാര്യം ചെയ്യണം. കുറ്റവാളിയായിട്ട് പ്രമോഷൻ കിട്ടിയപ്പോ അങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? ഇനി ഇവരുടെ ആവശ്യമുണ്ടോ? ഇനി ഞങ്ങള് കുറച്ചേരം വഴക്കടിക്കട്ടെ. നിങ്ങൾ പൊയ്ക്കോ. പൊയ്ക്കോ. ഞങ്ങള് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇനി ഞാൻ പോയിക്കോളാം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, വണ്ടി കയറി. അവിടെ അല്ല, അപ്പുറത്ത്. എന്നാലും ശേഖരേട്ടനൊന്ന് വീട്ടിലേക്ക് വരായിരുന്നു. ഈ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചിലപ്പോ ആർക്കും എന്നെ മനസ്സിലാവില്ല, നിനക്ക് പോലും. ശേഖരേട്ടനെ കാണാൻ ഞാനിവിടെ വന്നു എന്നറിഞ്ഞാ അമ്മായി എന്നെ കൊല്ലും. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്ന? എല്ലാവരും ശേഖരേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ വിഷമം മനസ്സിൽ തന്നെ അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പം അതങ്ങ് മാറി. അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഇത് നേരത്തെ മാറിയനെ. ഓടുന്നു. ഞാൻ ആ പണിയൊക്കെ നിർത്തി സാറേ, എന്നെ ഉപദ്രവിക്കരുത്. അയ്യോ, പറയാം.
ഒരാഴ്ച സമയം തന്ന സാർ ഉദ്ദേശിച്ച സാധനം ഞാൻ തരാം. റിസ്ക് ആണ് സാർ. ഇപ്പൊ ഞാൻ പഴയ പോലെ സ്റ്റോക്ക് ചെയ്യാറില്ല. ശേഖർജി, ആനന്ദ് ജാമ്യത്തിലിറങ്ങി. ഞാൻ അറിഞ്ഞു. ശേഖർജി എന്ത് ചെയ്യാൻ പോകുന്നു? അയാള് ശേഖർജിയെ വെറുതെ വിടുവോ? അവൻ എന്നെ കാണുന്നതിന് മുമ്പ് എനിക്ക് അവനെ കാണണം. പരോളിനിറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞു. ഞാൻ മിണ്ടിപ്പോരുത്. സംസാരിക്കാനല്ല ഞാൻ വന്നത്. ആനന്ദ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹേയ്,
ഇറക്കിയ എന്റെ കക്ഷി ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ്. ആൻഡ് ഐ വാണ്ട് യു ടു ടേക്ക് ആക്ഷൻ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. നോ, ഇരിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. എന്റെ കക്ഷിയെ അപായപ്പെടുത്തിയിരിക്കാമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സാർ ആരെയാണ് സംശയിക്കുന്നത്? ശേഖറിനെ ഇന്നലെ രാത്രി അവർ തമ്മിൽ കണ്ടിരുന്നു. നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എഫ്ഐആർ തയ്യാറാക്കി അയാളെ അറസ്റ്റ് ചെയ്യണം. എന്റെ പെറ്റീഷൻ താ. മിസ്സിംഗ് ആയ ആനന്ദിനെ കണ്ടെത്താൻ ഒരു ശ്രമവും നടത്താതെ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ശേഖരനെ അറസ്റ്റ് ചെയ്തത്? പെറ്റീഷന്റെ എഫ്ഐആറിനെയും പുറത്ത് എനിക്കത് ചെയ്തേ പറ്റൂ. എങ്കിൽ വാറണ്ട് എവിടെ? വാറന്റിന്റെ ആവശ്യമില്ല സാർ. എന്നെ നിയമം പഠിപ്പിക്കുകയാണോ? തർക്കം വേണ്ട സർ, ഞാൻ വരാം. ആനന്ദ് ജേക്കബ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയെന്ന് എനിക്കറിയില്ല. അയാൾ മരിക്കേണ്ടത് ചിലവരുടെ ആവശ്യമായിരിക്കും, എൻ്റെ ആവശ്യമല്ല. എൻ്റെ അറസ്റ്റോടുകൂടി ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്യരുത്.